രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ത്രിദിന അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ തുടക്കമായി. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, സർക്കാര്യവാഹ് ദത്താത്രേയ ഹസബടെ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബൈഠക്ക് നടക്കുന്നത്. വയനാടുണ്ടായ ഉരുൾപൊട്ടലും മേഖലയിൽ സ്വയം സേവകർ നടത്തിയ ദുരിതാശ്വാസ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചും യോഗാരംഭത്തിൽ വിശദീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നുണ്ട്. അരുൺ, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായാണ് സമന്വയ ബൈഠക്കിന് വേദിയാകുന്നത്. ഒരുപക്ഷെ നിരവധി പ്രാധാന്യങ്ങൾ കൂടി അല്ലേ ഉള്ളത് ഇത്തവണത്തേതിന്? തീർച്ചയായും വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഇത്തവണത്തെ ഈ അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് എന്നുള്ളതാണ്. പാലക്കാട് അഹല്യ ക്യാമ്പസിലെ പുനർജനി ഓഡിറ്റോറിയത്തിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് തുടക്കമായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിൽ അടുത്തിടെ ഉണ്ടായ ഉരുൾപൊട്ടലിനെ കുറിച്ചും സ്വയംസേവകർ നടത്തിയ ദുരിതാശ്വാസ സേവന പ്രവർത്തനങ്ങളെ കുറിച്ചും യോഗ ആരംഭത്തിൽ തന്നെ വിശദീകരിക്കുകയുണ്ടായി. തുടർന്ന് യോഗത്തിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ തങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൂടാതെ ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങൾ, സമകാലിക സാഹചര്യം, സമീപകാല സുപ്രധാന സംഭവങ്ങൾ, സാമൂഹിക പരിവർത്തനത്തിനായുള്ള വിവിധ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ചയും ചെയ്തു. വിവിധ വിഷയങ്ങളിൽ പരസ്പര സഹകരണവും സമന്വയവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികളെ കുറിച്ചും ബൈഠക്കിൽ ആലോചന നടക്കുകയുണ്ടായി. ഏതായാലും യോഗത്തിൽ വിവിധ ക്ഷേത്ര സംഘടനകളുടെ 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാരും ഉൾപ്പെടെ 300ഓളം ആളുകളാണ് പങ്കെടുത്തിട്ടുള്ളത്. അടുത്ത ദിവസം, അതായത് നാളെയും മറ്റന്നാളും ഈ ബൈഠക്ക് തുടരും. മറ്റന്നാൾ, അതായത് 2-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ബൈഠക്ക് അവസാനിക്കുക. അരുണാണ് വിവരങ്ങൾ നൽകിയത്.